ഹലോ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ള സമയത്ത് എന്തെങ്കിലും ഭക്ഷണം വെച്ചാലായി, കൊടുത്താലായി, കൊണ്ടുപോയാലായി, തിന്നാലായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ ഇപ്പോൾ അവർക്ക്. ലീവ് ആയതുകൊണ്ടും ഇന്ന് ഞാൻ ഷോപ്പിൽ പോകുന്നില്ല. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ രാവിലെ പോയി. ഞങ്ങളിവിടെ കൊമ്പിച്ചന്ത അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ മീൻ 150 രൂപയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇവിടെ നല്ല മീൻ, പച്ച മീൻ നല്ല വിലയ്ക്ക് കിട്ടും. അപ്പോൾ രാവിലെ പോയി മീനും ചീരയും കിഴങ്ങും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഞായറാഴ്ചയാണ് ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ദിവസം. അപ്പോൾ അന്ന് അദ്ദേഹം രാവിലെ എണീക്കുകയും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുകയും ഇല്ലാത്ത സാധനങ്ങൾ എഴുതിയെടുത്ത് കൊണ്ടുപോയി വാങ്ങിച്ച് അതൊക്കെ നിറച്ച് ഈ ചന്തയിൽ പോയിട്ട് മീൻ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കേട്ടോ. ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്നാലായി അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറി. അപ്പോൾ മീൻ കുറച്ച് പൊരിക്കാമെന്നും കരുതി കുറച്ച് ഇങ്ങനെ മുളക് കറി പോലെ വയ്ക്കാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളൊക്കെയും നമ്മുടെ പങ്കാളിയുടെ അടുത്ത് ചോദിക്കാറുണ്ടല്ലേ, നിങ്ങൾ എന്താണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിച്ചത്? നിങ്ങളൊരു വീടുണ്ടാക്കിയോ? സ്വർണം വാങ്ങിച്ച് തന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരുടെ പങ്കാളികളുടെ അടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടല്ലേ. ശരിക്കും ഈ മുമ്പ് മുതിർന്ന ആൾക്കാർ പറയും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയൂലെന്ന്. എൻ്റെ ഹസ്ബൻഡും എനിക്ക് വീടോ സ്വർണമോ സമ്പാദ്യമോ ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വീണ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരുന്ന സ്നേഹവും പരിചരണവും ഒക്കെ ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. സ്വർണത്തിനും പണത്തിനും ഒക്കെ പിന്നാലെ നടക്കുന്നവർ ചിന്തിക്കണം, നമുക്കൊരു കൂട്ട് ഉണ്ട് എങ്കിൽ അതിനെ കഴിഞ്ഞൊരു കാര്യവും നമുക്കൊരു സങ്കടം വന്നാൽ ചായാൻ ഒരു തോളുണ്ട് എന്നുള്ളതിനേക്കാൾ വലിയ ഒരു മഹത്വവും ഒരു സ്വർണത്തിനും പണത്തിനും വീടിനും ഒന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചുറ്റിനും ഒരുപാട് പേര് കാണും. നമ്മുടെ നല്ല കാലത്ത് ഞാനുണ്ട്, ഞങ്ങളുണ്ടാകും, നിൻ്റെ എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ പിന്നാലെ നടന്നാലും നമുക്കൊരില്ലായ്മ വരുന്ന സമയത്ത് ഒരാൾ നമുക്ക് കാണില്ല, നമ്മുടെ പങ്കാളിയല്ലാതെ മറ്റൊരാളും നമ്മുടെ കൂടെ കാണില്ല. ഇനി മറ്റാരെങ്കിലും നമുക്ക് എന്തൊക്കെ തന്നാലും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ എന്തൊരു സഹായം തന്നാലും അയ്യോ ഇയാൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു സഹായം നമുക്ക് തരുന്നതെന്ന് തോന്നിപ്പോകുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പിന്നെ കുടുംബക്കാരാണെങ്കിൽ പോലും തരുന്ന 1 രൂപയ്ക്ക് പോലും അവർ കണക്ക് സൂക്ഷിച്ചേക്കാം, നമുക്കറിയില്ല, പക്ഷെ കണക്ക് സൂക്ഷിച്ചേക്കാം. പക്ഷേ നമ്മുടെ പങ്കാളി നമുക്ക് തരുന്ന ഒരു മുട്ടുപിന്നാണെങ്കിൽ പോലും അതിനൊരു ലോകത്തിൻ്റെ വിലയുണ്ട്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ശരിക്കും ഒരു ലോകത്തിൻ്റെ വിലയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മുട്ടുപിന്ന് നമുക്ക് വാങ്ങിച്ചു തരുന്നത്. പക്ഷെ അതിന് നമുക്കൊരു ലോകത്തിൻ്റെ വിലയുണ്ട്. അത് നമ്മളാരും ചിലപ്പോൾ മനസ്സിലാക്കാതെ പോവും. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. ചില കാര്യങ്ങളിങ്ങനെ ഓർക്കുമ്പോൾ ഇമോഷണലായി പോകും കേട്ടോ. അപ്പോൾ ചീര തോരൻ വയ്ക്കാൻ കുറച്ച് എണ്ണ കൂടിപ്പോയി കേട്ടോ. അദ്ദേഹത്തിന് BP ആയതുകൊണ്ട് എണ്ണ കുറച്ചേ കഴിക്കാവൂ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചീര വാങ്ങിച്ചത്, പക്ഷേ ഒഴിച്ച എണ്ണ കുറച്ച് കൂടിപ്പോയി. അപ്പം കിഴങ്ങ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഷുഗറും BPയും ഒക്കെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണത്തിൽ ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോവുമായിരുന്നു. പിന്നെ ഇതിപ്പോൾ കുറേ കാലമായി കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മുളകിട്ട മീൻകറി എരിയില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അരപ്പ് തയ്യാറാക്കുന്നത്. കുറച്ച് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആണെങ്കിൽ നല്ല
രസമായിരിക്കും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂണ് മുളക് പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിയും കൂടി ഇടണം കേട്ടോ. ഇട്ട് അരച്ച് ഒരു അരപ്പ് റെഡിയാക്കണം. പിന്നെ ചട്ടി വെച്ച് അതിൽ കടുക് പൊട്ടിച്ച് ഒരു സവാളയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് ചാലിച്ചെടുത്തിട്ട്, ഇങ്ങനെ കടുക് വറുത്തൊന്നും ഞാൻ മീൻ കറിയൊന്നും വെക്കും, മീനേ വാങ്ങാറില്ല കേട്ടോ. കുറേ കാലമായി മീനെ വാങ്ങൽ ഭയങ്കര കുറവാണ്. ഈ ചിലവ് ചുരുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത 2 മക്കളും മീനില്ലെങ്കിൽ ചോറേ കഴിക്കാത്തവരായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര അഡ്ജസ്റ്റബിളായിട്ടുള്ള മക്കളാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് എനിക്കത് വേണം, എനിക്കിത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മക്കൾ അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലത്ത് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് അങ്ങനെ ശരിക്കും നമുക്ക് മക്കളെ കൂടി ആ ഒരു രീതിയിൽ നമ്മളെ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. അതായത് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ മാത്രം ഒരു മോളായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ച് വരുന്ന ഒരു കാലത്ത് ഒരുപാട് പേരിങ്ങനെ പറയും, നിനക്ക് എന്തറിയാം, സഹോദരങ്ങളെക്കുറിച്ച് എന്തറിയാം, നീ ഒറ്റ മോളല്ലേ, നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നീ അനാഥയാണ്, ഒന്നുമില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഓരോ മനുഷ്യനും ഓരോ രീതിയിൽ സമ്പന്നരാണ്. ചിലർ നല്ല സ്വഭാവം കൊണ്ട് സമ്പന്നരായിരിക്കും, ചിലർ നല്ല ജനങ്ങളെ കൊണ്ട് സമ്പന്നരായിരിക്കും, ചിലർ വീട് കൊണ്ട് സമ്പത്ത് കൊണ്ട് അങ്ങനെയൊക്കെ സമ്പന്നരായിരിക്കും. ഞാൻ സമ്പന്നതയിൽ നിൽക്കുന്നത് എൻ്റെ മക്കളെ കൊണ്ടാണ്. അപ്പോൾ നിനക്കാരുമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പരിഹസിച്ചവരുടെ മുമ്പിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ റാണിയാണ് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വിശേഷം. നിങ്ങൾ ഭയങ്കര ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴേ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. പൊരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയായി. അതാ കണ്ടോ, മീൻ കറി, പിന്നെ ഇഞ്ചിക്കറി ഞാൻ ഇന്നലെ വെച്ചതാണ്. ഇഞ്ചിക്കറി, തോരൻ, കിഴങ്ങ് വെച്ചപ്പോൾ തന്നെ അടിച്ചോറ്റിക്കൊണ്ടൊക്കെ പോയി.